അപ്പോൾ ഗൈസ് നമ്മുടെ ഷോർട്സിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞാനത് മെയിൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ടുണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതേ ഇന്ന് മെയിൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ആരുവിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. ട്രിപ്പ് എന്ന് പറയാനൊന്നുമില്ല, ഒരു കുഞ്ഞ് ട്രിപ്പ് കേട്ടോ. ഒരു 1 ഡേ ആയിട്ട് ഒരു കുഞ്ഞ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളത് തൃശ്ശൂർ ജില്ലയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്, അങ്ങനെ കാണാത്തൊരു സ്ഥലത്തേക്ക്. അപ്പോൾ അതേ ആകാശമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഭയങ്കര നീല കളറിലിരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആദ്യമായിട്ടാണോ ആകാശം കാണുന്നതെന്നൊക്കെ. എന്നാലും അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ സ്ഥലം പോലെ തന്നെയാണ് അവിടെ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാട് ഏരിയ, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ വഴി അതേപോലെ തന്നെയാണ് കേട്ടോ തോന്നിയത്. നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിത് പോണത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പീച്ചി ഡാമൊക്കെയാണ് കേട്ടോ. പീച്ചി ഡാം ഞാൻ ദൂരമായിട്ടും കണ്ടിട്ടില്ല, കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ദൂരമായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗേറ്റും കാര്യങ്ങളും എത്തി. ഗേറ്റ് കടന്നാൽ പിന്നെ നേരെ പാർക്കിങ്, പിന്നെ നേരെ ഡാമിലേക്ക് പോകും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി സ്ഥലമാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം, അത്ര അടിപൊളിയാണ്. അപ്പോൾ അത് ഞാൻ കണ്ട ഡാമുകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പീച്ചി ഡാമാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ തന്നെ 2-3 ഡാമുണ്ട്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് പീച്ചി ഡാമാണ്. അപ്പോൾ ഇത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് 20 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് നടന്നു കേട്ടോ. ഉള്ളിലേക്ക് നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പ്രകാരം നടന്ന് കാണാനും ഉണ്ട്. ഡാമായാലും ഒരു ചെറിയ പാർക്കായാലും കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമായാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് ചെറിയ മഴ നിൽക്കണ കാരണം തന്നെ ഡാമിൽ വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളമുള്ള സമയം ഞാൻ പക്ഷേ ഷട്ടർ ഓപ്പൺ ഒന്നുമല്ല, ചെറുതായിട്ട് ലീക്കായിട്ട് ഷട്ടർ കൂടെ വെള്ളം പോകുന്നുണ്ട് എന്നല്ലാതെ ഷട്ടറൊന്നും ഓപ്പൺ അല്ലാതെ. ഇതാണ് താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഡാമിൻ്റെ മുകളിൽ നിന്നിട്ട് താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അത്യാവശ്യം വെയിലുള്ള സമയം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ പൊളിച്ചിട്ട് ഒരു വീഡിയോ പോലും ഞങ്ങൾക്ക് നേരെ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അത്രയും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് വെയിൽ മങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. പിന്നെ ദേ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊട്ടവഞ്ചി സവാരിയാണ് ഗൈസ്. അപ്പോൾ അതേ കൊട്ടവഞ്ചി ഉണ്ട്, ബോട്ടുണ്ട്, അതേമാതിരി വഞ്ചി ഉണ്ട്. പിന്നെ അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങളിത് പോയോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങോട്ട് അധികം കൊട്ടവഞ്ചിയിലേക്ക് പോകുന്ന ആൾക്കാർ മാത്രമാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അതേ തുമ്പൂന് കുറച്ച് പ്രദർശനമൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഞാൻ വീണ്ടും പറയുന്നു, ട്രസ്റ്റ് ചെയ്തോ, നിങ്ങൾ എന്തായാലും ഒരു വട്ടം കാണേണ്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കൊട്ടവഞ്ചിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് പേടിയുണ്ട്, ആ സമയം വരെ എനിക്ക് പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. ജാക്കറ്റ് ഇട്ടാൽ വെള്ളത്തിൽ ഇറങ്ങണ വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം തുമ്പൂന് ജാക്കറ്റ് ഇല്ല, അത്ര ചെറിയ കുട്ടികൾക്ക് ജാക്കറ്റ് ഇല്ല. ആരുവിനൊക്കെ ജാക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. 150 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. 140 ആവുന്നു, 140 റുപ്പീസ്. അപ്പോൾ അതേ നമ്മളിത് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ആരുവിനും ഒരു പേടിയില്ല വെള്ളം കണ്ടിട്ട്. അപ്പോൾ ആരുവിനോട് ഞാൻ ഓരോന്നിരുന്ന് പറയുമ്പോൾ ചേട്ടൻ വീഡിയോ എടുത്തതാണ് കേട്ടത്. ആരുവിന് പേടിയില്ല, ആരുവിന് വെള്ളം കണ്ടാൽ അത്ര ആഴുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ അതേ ആൾക്ക് തൊടണം, വെള്ളത്തിൽ തൊടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാശിയാണ് കേട്ടോ അതിൽ കാണുന്നത്. പിന്നെ അതേ ചേട്ടനാണ് വീഡിയോ എടുത്തിരുന്നത്, അതുകൊണ്ട് കുറച്ച് ഷോർട്സ് ഞാൻ ഇതിൽ പെടുത്തിയിട്ടുണ്ട്. കാരണം മെയിൻ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് വേണമല്ലോ, അത് ഇത്ര എടുത്തിട്ടാകെ 3 മിനിറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങനെയൊക്കെയാണ് വീഡിയോസ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക വീഡിയോസ് കാണുമ്പോൾ. പിന്നെ ഇത് ആ ചേട്ടനാണോ നമുക്ക് ഫുള്ള് ഉണ്ടായിരുന്നത്, 20 മിനിറ്റാണ് ഉണ്ടായിരുന്നത്. ആ ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇത് വെള്ളത്തോടെ ഒരു മാൻ പോകുന്നുണ്ടായിരുന്നു ഗൈസ്, അതിനെ കണ്ടു കേട്ടോ. അപ്പോൾ ആൾ പറയുന്നത് ഇത്രയും നേരമായിട്ട് ഒന്നിനും കണ്ടിട്ടില്ല, വെള്ളം കൂടിയ സമയമായ കാരണേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നാണ് പറഞ്ഞത് ആൾ. പിന്നെ ആളെ ഞാൻ മാനൊക്കെ കണ്ട് പിന്നെ അത് ഞങ്ങൾ ഇറങ്ങി നേരെ പാർക്കിലേക്ക് വന്നിട്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് വയ്യാണ്ടായി നടന്നിട്ട്, അത്രയ്ക്ക് നടക്കാനുള്ള ദൂരം കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് അവിടെ തന്നെ ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. അതെനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ. അതേ നമ്മളെല്ലാ സ്ഥലമൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.